ഇവനെന്താണാവോ വേണ്ടത്? സമയമില്ലാത്തപ്പോ ഇവൻ കയറി വഴി മുടക്കുവോ? അല്ല സുശീലാന്റി എന്താ ഈ അല്ല, വഴിക്ക്? ഞാൻ ബസ് ഇറങ്ങി ഹർഷയുടെ വീട്ടിലേക്ക് പോവാ. അവിടുന്ന് ഓട്ടോ ഒന്നും കിട്ടിയില്ല. ഞാൻ ആന്റി ഒന്ന് കാണാതിരിക്കുമായിരുന്നു. അപ്പോഴാ പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന് പെട്ടത്. മോനെ ഗോകുലെ, ഞാൻ ഇന്ന് വീട്ടിൽ വന്നതിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്കിപ്പോ അതിനൊട്ടും സമയമില്ല. നമുക്കത് വേറൊരു ദിവസം ചർച്ച ചെയ്യാം. ഇപ്പോ ഞാൻ വേറൊരു തിരക്കില്ല. അതൊക്കെ എനിക്ക് അറിയാം ആന്റി. മഞ്ചാടിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നതിന്റെ തിരക്കിലല്ലേ? അപ്പോ എല്ലാവരും എല്ലാം അറിഞ്ഞു അല്ലേ? സത്യം പറഞ്ഞ സച്ചി സാറിന്റെ വീട്ടിൽ വന്ന് കല്യാണം ക്ഷണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. ഗോകുലെന്ന് അച്ഛനോട് പറഞ്ഞേക്കണേ. അച്ഛനും കാര്യങ്ങളൊക്കെ അറിയാം ആന്റി. ഓ, കല്യാണത്തിന് എന്തായാലും ഞങ്ങളാരും വരില്ല. അത് ബുദ്ധിമുട്ടാവും. അതും ശരിയാ. നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണായിരുന്നല്ലോ മഞ്ചാടി. അവളിപ്പം വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് നിങ്ങൾക്കൊരു ക്ഷീണം തന്നെയാ. അല്ല, സച്ചി സാറിനെ മൊത്തത്തിൽ സമയദോഷമാണെന്ന് പറഞ്ഞാൽ മതി. മകളുടെ കാര്യം അങ്ങനെ, മകന്റെ കാര്യം ഇങ്ങനെ. അല്ല, നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ഇന്ദുവിന്റെ കാര്യത്തിൽ ഞാനൊരു പരിഹാരം മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാര്യം ആലോചിക്കാം. ആയിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് ടൈമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആന്റിയെ കാണാൻ തീരുമാനിച്ചത് ഈ കല്യാണത്തെക്കുറിച്ച് പറയാനാ. മഞ്ചാടിയുടെ കല്യാണത്തെക്കുറിച്ച്. ഈ ജീവൻ രാജിനെ കൊണ്ട് മഞ്ചാടിയെ കല്യാണം കഴിപ്പിച്ചിട്ട് ആന്റിക്ക് എന്താ നേട്ടം? എന്താ ഗോകുലേ, നിനക്കിപ്പോഴും അവളെ വേണമെന്നുണ്ടോ? എന്നെ വേണ്ടാത്തവളെ ഞാൻ എന്തിനാഗ്രഹിക്കണം? പിന്നെന്താ, മഞ്ചാടി ജീവൻ രാജ കല്യാണം കഴിക്കുന്നതിൽ നിനക്കൊരു താല്പര്യക്കുറവ്? ചെറുപ്പത്തിലെ എന്റെ കയ്യിലെ പലഹാരം കാക്ക കൊത്തിക്കൊണ്ടു പോയാ ഞാൻ പതുക്കെ ചെന്ന് കാക്ക അത് തിന്നുമ്പോ ഞാൻ കല്ലെറിഞ്ഞ് പറപ്പിക്കും. കാക്കയുടെ കയ്യിൽ നിന്ന് ആ പലഹാരം താഴെ വീഴും. പക്ഷെ ഞാനത് വീണ്ടും എടുക്കില്ല. കാലുകൊണ്ട് ചവിട്ടി മണ്ണിൽ താഴ്ത്തും. എന്നുവെച്ചാ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച പലഹാരം കാക്കയും തിന്നരുത്. ഇപ്പൊ നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആ പിള്ളേർക്ക് വാക്ക് കൊടുത്തു പോയല്ലോ ഗൂഗിളെ. വാക്കല്ലേ ആന്റി മാറ്റാൻ എളുപ്പം. ആന്റിക്കൊരു നേട്ടമില്ലാത്ത കാര്യത്തിന് ആന്റി എന്തിനാ വെറുതെ വിയർക്കുന്നത്? തൽക്കാലം നേട്ടമൊന്നും ഇല്ലെങ്കിലും അനന്തമാഷും കുടുംബവും നാണം കിടുമ്പോ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ഓ, അത് മതി സുശീലയ്ക്ക്. സംതൃപ്തിയും സമ്പത്തും ഒരുമിച്ച് കിട്ടിയാലോ? ഇന്ദ്രന്റെ ഷോപ്പ് അനുപമ തിരിച്ചു പിടിക്കാൻ പോവാണെന്ന് ഒരു ദിവസം വലിയ വിഷമത്തോടെ അവൻ എന്നോട് പറഞ്ഞു. അത് നഷ്ടപ്പെട്ട ഇന്ദ്രനും ആന്റിക്കും നാണക്കേടല്ലേ? ഓ അതെ, ആ ഷോപ്പ് അനുപമ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ മഞ്ചാടി ജീവൻ രാജിൽ നിന്ന് രക്ഷിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞതാ ഗോകുലെ. പക്ഷെ അനുപമയടക്കം ആരും അത് ചെവിക്കൊണ്ടില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? എന്റെ മോനെ പെരുവഴിയിലാക്കാൻ പോകുന്നവളുടെ കുടുംബത്തെ ഞാൻ നാണം കെടുത്തണ്ടേ? അതിന് ആന്റി വേറെ വഴി ആലോചിച്ചോ? ഇന്ദ്രന്റെ ഷോപ്പ് ഇന്ദ്രന് നഷ്ടപ്പെടില്ലെന്ന് ഞാൻ ആന്റിക്ക് ഉറപ്പ് തരാം. പക്ഷേ നാളെ മഞ്ചാടിയുടെ ജീവൻ രാജിന്റെ കല്യാണം അത് നടക്കരുത്. ഇതൊക്കെ നീ അവസാന നിമിഷം വന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ഗോകുലെ? നാളെ അനന്തമാഷിന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില് കല്യാണം നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. ഏത് കാര്യവും നടത്തുന്നതിനേക്കാൾ സുശീലാന്റിക്ക് മിടുക്ക് മുടക്കുന്നതിലാണെന്ന് എനിക്കറിയാം. ആന്റി, ഇന്ന് രാത്രി ശരിക്കൊന്ന് ആലോചിക്കും. നേരം വെളുക്കുന്നത് വരെയും സമയമുണ്ട്. രാവിലെ ആന്റി എന്നെ വിളിച്ച് യെസ് ഓർ നോ പറയണം. യെസ് പറഞ്ഞ ആന്റിക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കും. ഇന്ദ്രന്റെ ഷോപ്പ്. ഇനിയിപ്പോ നോയാണ് പറയുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ നോ ഡീൽ. പക്ഷേ അപ്പോഴും കല്യാണം മുടങ്ങും. അതിന് ഈ ഗോകുല് വേറെ വഴി നോക്കും. അപ്പൊ ഓക്കെ ആന്റി, രാവിലെ 7 മണി വരെ ആന്റിയുടെ കോള് ഞാൻ പ്രതീക്ഷിക്കും. ബൈ.